ഞങ്ങളുടെ നോമ്പ് രണ്ടിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? ഇന്ന് ഷോർട്ട് വീഡിയോ ആണ്. നമ്മൾ ലോങ് വീഡിയോ എന്നും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ബോറടി ആയിരിക്കും. ഇന്നും ഞാൻ മാളിക്കുന്നിൽ തന്നെയാണ്. അപ്പോൾ ഇതാ പത്തിരിയാണ് കേട്ടോ റെഡിയാക്കണത്. ഇത് എൻ്റെ മാത്രം തീരുമാനത്തിലുള്ള ഒരു ഫുഡാണ്. അതായത് ഉമ്മ വരലില്ല, ഉമ്മ എണ്ണക്കടി മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നും പറഞ്ഞൊരാവശ്യത്തിന് പുറത്ത് പോയതാണ് കേട്ടോ. പിന്നെ ജ്യൂസൊക്കെ ഞാൻ നേരത്തെ അടിച്ച് വെച്ചിരിക്കണു. പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിക്കുഴച്ച് മാറ്റി വെച്ച് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുപ്പിയിലാക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ സൈഡിൽ കൊടുക്കാം. നല്ലൊരു ബോട്ടിൽ കേട്ടോ. പിന്നെ നമ്മൾ ആ കുഴച്ച് മാറ്റി വെച്ച പത്തിരി ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഞാൻ ഈ ഒരു മാവ് ഉരുളാക്കിയിട്ട് പിന്നെ പ്രസ്സിൽ അമർത്തലില്ല കേട്ടോ. ഇങ്ങനെ തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുക. ഫസ്റ്റ് ഒന്നിനൊക്കെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും, പിന്നെ ഫുള്ള് ഓക്കെ ആവും കേട്ടോ. ഞാനിതിവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഉമ്മ അറിയാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പൊറാട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ അവൾ വന്നത്. ഉമ്മ പോണീൻ്റെ മുന്നേ എണ്ണക്കടിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ച് ചിക്കനൊക്കെ വേവിച്ച് കറിക്കുള്ളത് വേറെ ആക്കി റെഡിയാക്കി മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവി വറുത്തരച്ചാൽ മതി, പിന്നെ എണ്ണക്കടിയും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. സമൂസ എന്നുമ്മ പറഞ്ഞു അത് മാത്രം ചെയ്താൽ മതി എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വലിയ ജീരകം, ഏലക്ക, പട്ടയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നിങ്ങോട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഇവിടെ ഹാഫിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. ആ ഒരു സമയത്ത് പത്തിരി ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയെടുക്കണമുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് വറവായതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഞാൻ ഹാഫിലിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ വറവായി ചൂടാറാൻ മാറ്റി വെച്ചിട്ടോ. പിന്നെ അതേ അടുപ്പിൽ നമ്മൾ കുറച്ച് കിഴങ്ങും ക്യാരറ്റും കൂടി വേവിച്ചാൽ വെച്ചിരിക്കുന്നു. അപ്പുറത്ത് പത്തിരിയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പത്തിരി ഫുള്ള് പരത്തിൽ കഴിഞ്ഞിട്ട് മുന്നേ കുറച്ച് ചുട്ടെടുക്കുകയാണ്. ഈ ക്യാരറ്റും കിഴങ്ങും എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂസക്കുള്ള മസാലയും വിചാരിച്ചിട്ട് കോഴിയാടിക്കുള്ള മസാലയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ച് പൊയ്ക്കണത്. ഓർമ്മല്ലാതെ അങ്ങനെ ചെയ്ത് വെച്ച് പൊയ്ക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വേവിച്ചേക്ക് മിക്സ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഇപ്പുറത്ത് വേവിച്ചെടുക്കേണ്ടത്. അപ്പുറത്ത് പത്തിരി ഞാൻ ഒരേ ടൈമിൽ തന്നെ ചുട്ടെടുത്തു. പിന്നെ വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ പത്തിരിയൊക്കെ പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ട് തന്നെ കുറച്ച് തിടുക്കത്തിലുള്ള പണിയുന്നതാണ് കേട്ടോ. മസാല ആള് മറന്നിട്ട് കോഴിയുടെ മസാലയാണ് ഉണ്ടാക്കി വെച്ച് വെക്കണേ. എനിക്ക് പത്തിരി ചുടൽ കഴിഞ്ഞിട്ട് സ്നാക്സും ഒക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തുനിന്ന് അനു വന്നു സഹായത്തിന്. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ഇത് പൊതിഞ്ഞെടുത്തു. അനു എന്ന് പറയുന്നത് ചേച്ചീൻ്റെ മരുമകൾ കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ചീസ് ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്, സമൂസയല്ല. ഈ ചീസ് ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്ത് ഈ മസാലയുടെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മടക്കി എടുത്തിട്ട് ജസ്റ്റ് ഒരു മുടയണ പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയെടുത്തിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ബോക്സ് കേട്ടോ. പിന്നെ സമൂസ കുഞ്ഞാന് വന്നിട്ട് ഓനാണ് ഫുള്ള് സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ടേബിൾ നമുക്ക് സെറ്റ് ചെയ്തിരിക്കണു. മീമിറ്റും വന്നപ്പോൾ മുട്ടവജി, ഉള്ളിവട, കട്ട്ലൈറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റം ഓലും കൊടുന്നിരുന്നു. പിന്നെ ഈ ഒരു സമൂസ ചീസ് ബോക്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് നോമ്പ് പറഞ്ഞു. ഇതുപോലെ എല്ലാവരും കൂടിയും പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ഓലിവട നോമ്പറക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ. മുത്തുട്ടിയും ഫൈസലും എല്ലാവരും ഉണ്ടായിരുന്നു. നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിങ്ങനെ കഴിയാൽ ഇപ്പോൾ ഒന്നും തീരൂല എന്ന് മനസ്സിലായി. ഞാൻ വീഡിയോസിൽ കാണുന്ന പോലെ ഒറ്റ നോടിയിട്ടോ പെട്ടെന്ന് തീർന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാം നോമ്പ് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.